പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേമരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ പ്രത്യാശയെക്കുറിച്ച് അല്പകാര്യങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എമി കാർമൈക്കിൾ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതുണ്ട്. തനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം തൻ്റെ റൂമിൽ താൻ ബെഡിൽ തന്നെയായി. തനിക്ക് ഒരു കോൺസ്റ്റൻറ്റ് പെയിനായിരുന്നു ഉണ്ടായിരുന്നത്, തുടർമാനമായ വേദന. അങ്ങനെ വർഷങ്ങൾ അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് അവളുടെ ഫ്രണ്ട്സിന് കൗണ്ട്ലെസ് പ്രഷ്യസ് ലെറ്റേഴ്സ്, എണ്ണമില്ലാത്ത അത്രയും എണ്ണം നമുക്ക് പറ്റത്തില്ല, അതുപോലെ വിലപിടിപ്പുള്ള എഴുത്തുകൾ എഴുതി. എന്നിട്ട് അതൊക്കെ കൂടെ ബുക്കുകളാക്കിയിട്ടുണ്ട്. കാൻഡിൽസ് ഇൻ ദ ഡാർക്ക്, അതാണ് ഒരു ബുക്ക്. അതിനകത്ത് യേശു കർത്താവുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു നടത്തത്തെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലൊക്കെ സഫർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു എൻകറേജ്മെൻറ്റും പ്രത്യാശയും ഒക്കെ അവളുടെ ആ റൈറ്റിങ്സ് തരും. ഞാൻ ഓർക്കുകയാണ്, ഇതിനകത്തെ ചില വാക്കുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരു സ്ട്രെങ്ത് തരും, ഒരു കംഫർട്ട് തരും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആശ്വാസം അനുഭവിച്ചിട്ടുള്ള അനേക സംഗതികൾ താൻ വായ്മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നേരത്തെ ചിന്തിക്കട്ടെ. യെശയ്യാവ് 43:2, ഐസായ 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല. ദൈവമക്കളെ, യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സമാധാനം പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അർത്ഥമില്ലാതെ ചിലത് പറയാമെന്ന് മാത്രം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ 29-ാമത്തെ വാക്യവും കൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്തോ പറയുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരു നുകം ധരിച്ചിട്ടുണ്ട്. ആ നുകം നമ്മുടെ കഴുത്തിൽ ചിലപ്പോൾ ഭയങ്കര ഹെവിയായിട്ടായിരിക്കും ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ യേശു കർത്താവ് പറയുക, എൻ്റെ നുകം അത് ഭാരമുള്ളതല്ല, ആ നുകം മൃദുവാണ്, ആ ചുമട് ലഘുവാണെന്നാണ് പറയുന്നത്. കാരണം നമ്മളത് ഒറ്റയ്ക്കല്ല ചുമക്കുന്നത്, അതൊരു ഡബിൾ യൂക്കാണ്. നമ്മളൊരു വിധത്തിൽ നോക്കിയാൽ യേശു കർത്താവിനെ അനുകരിക്കുന്നവരും അവൻ്റെ ഫെലോ വർക്കേഴ്സുമാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ സ്വന്തം യോക്ക് ഉണ്ടാക്കുന്നത് അങ്ങ് വിട്ട് കളഞ്ഞേച്ച് യേശുവിൻ്റെ ആ നുകം എടുത്തങ്ങ് വെക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിലൊരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുക. അവിടെ പറയുന്ന വാക്ക് ടേക്ക് എന്ന ഇംഗ്ലീഷിൽ. നമ്മളതങ്ങ് എടുക്കാനാണ് പറയുന്നത്. ദൈവം കൊണ്ടുവന്ന് നമ്മുടെ മേൽ വെക്കുക അല്ല ദൈവമക്കളെ. ഹി വോണ്ട് പുട്ട് ഇറ്റ് ഓൺ അസ്, ഹി ആസ്ക് അസ് ടു ടേക്ക്. പറ്റുമോ? എടുക്കാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ നാം ചെയ്യുമ്പോൾ അത് അവൻ്റെ യോക്ക, നമ്മുടെ അല്ല. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും, ചെറിയ ഭാരത്തിലും വലിയ ഭാരത്തിലും ഒക്കെ നമ്മെ സഹായിക്കും. തീയിൽ കൂടി കടന്നു പോകേണ്ടി വരും, വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ വെള്ളം നിന്നെ നശിപ്പിക്കത്തില്ല, തീ നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. അതാണല്ലോ നമ്മൾ വായിച്ച കുറിവാക്യം യെശയ്യാവ് 43. സങ്കീർത്തനം 84 നമ്മൾ നോക്കുമ്പോൾ
സാം 84:6, സങ്കീർത്തനം 84:6 ഇങ്ങനെ പറയുന്നു: കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 8 വേഴ്സ് 5. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവൾ ആർ. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. ഞാൻ പറയട്ടെ, കണ്ണുനീർ താഴ്വരയിൽ, ആ വാലിയിൽ അതിനടുത്ത് താമസിക്കുകയുമല്ല, അതിനകത്ത് നമ്മൾ കടന്നു പോവുകയുമല്ല, അതിൽ കൂടെ കടന്നു പോവുക, ഒൺലി പാസിങ് ത്രൂ. എങ്ങനെ സോങ് ഓഫ് സോങ്സിൽ, ഉത്തമഗീതത്തിൽ മണവാട്ടി മരുഭൂമിയിൽ നിന്ന് കടന്നു വരിക എങ്ങനെ? പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട്. ദൈവപൈതലേ, ഏതൊക്കെ വാലി ആണെങ്കിലും, എത്ര റഫായിട്ടുള്ള വെള്ളമാണ് അതിൽ കൂടി ഒഴുകുന്നതെങ്കിലും നീ ഭയപ്പെട്ടു പോകരുതേ. നിൻ്റെ പ്രാണപ്രിയനിലൊന്ന് ചാരിക്കേ. ഹല്ലേലൂയ. ഒന്ന് ആശ്വാസം കണ്ടെത്തിക്കേ. പ്രൈസ് ഗോഡ്. ആ വാലീനെ ഒരു വെല്ലാക്കി അവൻ മാറ്റും. ഹല്ലേലൂയ. ആ വെല്ലിൽ നിന്ന് എന്താ വരുന്നറിയാമോ? ലിവിങ് വാട്ടേഴ്സ്, ജീവനുള്ള വെള്ളം. ഹല്ലേലൂയ. അത് കുടിച്ചാശ്വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. റോമാലേഖനം 5-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അനേക കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് പറയുന്നുണ്ട്. സഫറിങ്ങിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഇന്നർമോസ്റ്റ് നേച്ചറിനെ പോലും വേദനിപ്പിക്കത്തക്കവണ്ണമുള്ള ചില അറ്റാക്ക് വന്നെന്നിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും വന്നാൽ അന്തിച്ചു പോകരുതേ, അതിശയിച്ചു പോകരുതേ. മനസ്സിലാക്കിക്കോണം, ഇത് ശത്രുവിൻ്റെ കയ്യാന്ന്. നമ്മളുടെ പ്രിയ കർത്താവിനെ നാം എപ്പോഴും ഉയർത്തിക്കൊള്ളണം. കാരണം നമ്മുടെ നേരെ ടാർഗറ്റ് ചെയ്തു വരുന്ന ആ അമ്പുകളുണ്ടല്ലോ, നമ്മുടെ മേൽ പതിക്കാതെ വണ്ണം അവൻ നമ്മെ സൂക്ഷിക്കും. നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അവനിൽ ആശ്രയിക്കുക. അവനെ കൂടാതെ നമുക്ക് സുഗമമായ ഒരു നടപ്പ് ഇല്ല. അതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിയൻ ആത്മാവുമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ കാണണം. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ പിശാച് ചെയ്യുന്ന ഒന്നും നമ്മുടെ മേൽ വന്ന് ഏശത്തില്ല. ഈ റോമാലേഖനം 5:17 ഇങ്ങനെ പറയുന്നു: ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിമാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ വാഴണ്ടേ? അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ കിട്ടത്തുള്ളൂ. ദാറ്റ് അബണ്ടൻസ് ഓഫ് ഗ്രേസ്. ആമേൻ. അത് പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം നീറോയുടെ കാലത്ത് അടിമത്തത്തിൽ പോയ ജനങ്ങൾക്ക് പോലും സാധിച്ചു. എന്തുകൊണ്ടാണ്? അവരെ എതിരേൽക്കുന്ന ഒരു ദൈവകൃപയുണ്ടായിരുന്നു. വാട്ട് ഡെയറിങ് ഓഫ് ഫെയ്ത്ത് ദ സ്പിരിറ്റ് ഗേവ് ടു പോൾ. പൗലോസ് അപ്പോസ്തലന് അതുപോലെയുള്ള ധൈര്യം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ പ്രവൃത്തികളൊക്കെ വിശുദ്ധമായിരിക്കട്ടെ. ഓർത്തുകൊള്ളണമേ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ കൃപ കഷ്ടതകളിൽ ഞങ്ങൾ മുങ്ങിപ്പോകാതെ, ഞങ്ങൾ വെന്തു പോകാതെ ജയോത്സവമായി അതിൽ കൂടിയൊക്കെ കടത്തിവിട്ട് പുറത്തു കൊണ്ടുവന്ന് നിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
തിരുമഹത്വം ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം കർത്താവിന് പ്രസാദം തോന്നുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.